പ്പെട്ട ഭർത്താവേ, നിന്റെ ഭാര്യ കവലച്ചന്തകളും അങ്ങാടികളും ലഗിൻസും ധരിച്ചുകൊണ്ട് നാണം കെട്ടവളെ പോലെ സഞ്ചരിച്ചു പോകുമ്പോ നീ വിചാരിക്കും എന്റെ ഭാര്യയല്ലേ, എന്റെ പ്രിയപ്പെട്ടവളല്ലേ, എനിക്കെല്ലാം തരുന്നവളല്ലേ, അവളെന്നെ ചതിക്കില്ല, അവളെന്നെ പറ്റിക്കില്ല, അവളെന്നെ പുരുഷന്റെ മുഖത്തേക്ക് വികാരത്തോടുകൂടി നോക്കില്ല എന്ന് നിന്റെ മനസ്സിൽ നിനക്കൊരു വിശ്വാസം. എന്നാൽ ഞാനെന്ന് ചോദിക്കട്ടെ, അല്ലാഹുവാകുന്ന പരമാധികാരി പറഞ്ഞതാ, അല്ല പറഞ്ഞതാ, ബറടയില്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, നാളെ കബൽ നീ പോയി കിടക്കേണ്ടി വരോ, അല്ലാഹുവിന്റെ ഹബീബിന് പൊരുത്തമില്ലെന്നവൾക്കറിയാമല്ലോ. പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല നാളെ അവളെ സ്വർഗ്ഗലോകത്ത് കരം പിടിക്കില്ലെന്നറിയാമെന്നും അവൾക്കറിയാം. എന്നിട്ടും അതിനെയൊന്നും വകവെക്കാതെ, അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലാഹനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ മുകളിലൂടെ കമ്പ് കാലുകളെ പോലെ സഞ്ചരിച്ചു നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവളെ പുടച്ചു റബ്ബിനെ പോലും അംഗീകരിക്കാത്ത ഭാര്യ, അവളെ പുടച്ച റബ്ബിനെ പോലും ഭയപ്പെടാത്ത ഭാര്യ, അവളെ പടച്ച റബ്ബിനെ പോലും പറഞ്ഞാൽ അനുസരിക്കാത്ത നിന്റെ ഭാര്യ, നിന്നെ അനുസരിക്കുമെന്ന് പറയാ നിനക്കെങ്ങനെ ധൈര്യം തോന്നുന്നടാ, നിനക്കെങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ? ഞാനെന്ന് ചോദിക്കട്ടെയോ, നിന്റെ ഭാര്യയെ കാണേണ്ടത് നീയല്ലയോ, നിന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കേണ്ടത് നീയല്ലയോ? അതല്ലാതെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നിന്റെ ഭാര്യയുടെ സൗന്ദര്യത്തിലേക്ക് നോക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ കൂട്ടുകാരാ? നിന്റെ ഭാര്യയുടെ സൗന്ദര്യം നിനക്ക് മാത്രം അവകാശമുള്ളതാ. ഒരു ലെഗിൻസ് ഇട്ടുകൊണ്ടൊരു പെണ്ണ് നടന്നുപോയാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിയാതെ പോലും നീ അതിലേക്കൊന്ന് നോക്കുകയില്ലേ? അറിയാതെ പോലും നിന്റെ കൂട്ടുകാരെ കമന്റ് അടിക്കുന്നത് നീ കേട്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? അതുപോലെയല്ലേടാ നിന്റെ ഭാര്യം കടന്നുപോയാൽ എത്രയോ ചെറുപ്പക്കാരാ അതിലേക്ക് അവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് അവന്റെ മനസ്സിന്റെ ഊത്തടത്തിലെ വികാരത്തിന്റെ വിസ്ഫോടനം അവിടെ സംഭവിക്കുന്നത്. എത്രയോ കൂട്ടുകാര് കമന്റ് അടിക്കുമെന്ന് നിനക്കറിയാം. അതെല്ലാം മനസ്സിലാക്കാതെ കയറൂരിന്റെ ഭാര്യ നീ പറന്നു വിടുന്നത് അവരെ കാണിക്കാനാണെങ്കിൽ അല്ലാ അല്ലാ, പടച്ചവന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരുമേ, പടച്ചവന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും ഇൻഷാ അല്ലാഹ്. കാരണം അല്ലാഹ് പറഞ്ഞു അത് വേണ്ട, അല്ലാഹ് പറഞ്ഞു അങ്ങനെ ചെയ്യല്ലേന്ന്, അല്ലാഹ് പറഞ്ഞു വെറുതെ ഇടാൻ. നിന്റെ ഭാര്യ വെറുതെ ധരിച്ചാൽ, ഇപ്പൊ ചില ഭർത്താക്കന്മാര് ന്യൂ മോഡൽ ജനറേഷന്റെ, ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഭർത്താക്കന്മാരോട് വെറുതെ ഇടാൻ പറഞ്ഞ അവരുടനെ പറയും ഉസ്താദേ നാണക്കേടല്ലേ, ഉസ്താദേ അത് മോശമല്ലേ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഭാര്യ വെറുതെ ഇട്ടാൽ അവളെ അന്യ പുരുഷന്മാരതിലേക്ക് ആകർഷിക്കൂല, അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം അവർക്ക് മനസ്സിലാകില്ല, അവരാകർഷിക്കില്ല. ചുരിദാറിട്ടാൽ ആ സൗന്ദര്യത്തിന്റെ ഒരു അട്രാക്ഷൻ വെച്ചുകൊണ്ട് ചെറുപ്പക്കാരും നാട്ടുകാരും നോക്കും. അപ്പൊ നീ വിചാരിക്കുന്ന നിന്നെ ഭാര്യ നാട്ടുകാര് നോക്കേണ്ട ഒരു പൊതു വസ്തുവാണോ? നാട്ടുകാര് നോക്കേണ്ടതാണോ നിന്റെ ഭാര്യയെ? അതല്ല എന്റെ ഭാര്യയുടെ സൗന്ദര്യം ഞാൻ മാത്രം കണ്ടാൽ മതി എന്നാണോ നീ ആഗ്രഹിക്കുന്നത്? നീ ചിന്തിക്കുക. നാളെ അല്ലാഹുവിന് വേണ്ടി നിന്റെ ഭാര്യയെ പറ്റി നിന്നോട് നാളെ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുമ്പോ രക്ഷപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവനെ കൽവിൽ കൈവച്ചുകൊണ്ട് ഒരാൾക്കൊന്ന് നീട്ടി പറയാൻ കഴിയോ ഇൻഷാ അല്ലാഹ് എന്റെ ഭാര്യയെക്കൊണ്ട് ഞാൻ ഇനി വെറുതെ ഇടിച്ചോളാം എന്ന് പറയാൻ പറ്റുന്ന ഒരാളും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ, അല്ലാഹു നാളെ സ്വർഗം കൊടുക്കട്ടെ.